കുവൈത്തിൽ ചൂട് കൂടിയതോടെ തീപിടുത്തം പതിവാകുന്നു. ചെറുതും വലുതുമായ നൂറുകണക്കിന് തീപിടുത്തമാണ് വേനൽ ആരംഭിച്ചതു മുതൽ റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ഫ്ളാറ്റുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും നിരവധി തീപിടുത്തമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കുവൈറ്റിൽ കനത്ത ചൂട് തുടരുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിലും താപനില ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് കൂടിയതോടെ രാജ്യത്തെ തീപിടുത്തത്തിന്റെ എണ്ണവും ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ആളുകളുടെ അശ്രദ്ധയാണ് തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്നത്. തീ പടരാവുന്ന വസ്തുക്കൾ താമസ കെട്ടിടങ്ങളിലും സൂക്ഷിക്കുന്നതും സ്റ്റെയർകേഴ്സിൽ സാധനങ്ങൾ കൂട്ടിയിടുന്നതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുവാൻ കാരണമാകുന്നു. അതോടൊപ്പം അലക്ഷ്യമായി വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റിയിൽ നിന്നും തീ പടരാനുള്ള സാധ്യതയും ഏറെയാണ്. പാചകം കഴിഞ്ഞാലുടൻ പാചകവാത സിലിണ്ടറിന്റെ ബർണർ ഓഫാക്കുന്നതും ഒരളവ് വരെ തീപിടുത്തങ്ങൾ ഒഴിവാക്കാൻ സഹായകരമാകുമെന്ന് അധികൃതർ പറഞ്ഞു. അപകടമുണ്ടായാൽ കൃത്യമായ സ്ഥലവിവരങ്ങളും ഫോൺ നമ്പരും അധികൃതർക്ക് നൽകിയാൽ ഉടനെ തന്നെ സഹായമെത്തിക്കുവാനും അപകടത്തിന്റെ തോത് കുറയ്ക്കുവാനും സാധിക്കും. ചൂട് കൂടിയതോടെ മുതിർന്ന പൗരന്മാർ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പകൽ സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് കഴിവതും ഒഴിവാക്കണം. പുറത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി സമയം 11 മണി മുതൽ 4 മണി വരെയായി മാൻപവർ അതോറിറ്റി നിലവിൽ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. തീപിടുത്തം ഒഴിവാക്കാനായി പ്രത്യേക ജാഗ്രത പാലിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും കെട്ടിടങ്ങളിൽ സമാനമായ രീതിയിൽ തീപിടുത്തങ്ങൾ ഉണ്ടായെങ്കിലും ഈ വർഷം നിരവധി മരണങ്ങളാണ് തീപിടുത്തത്തെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 46 ഇന്ത്യക്കാർ ഉൾപ്പെടെ 49 പേർ മരണപ്പെട്ട സംഭവം ഉൾപ്പെടെ നിരവധി മരണങ്ങളും ഈ ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് ആഗസ്റ്റ് അവസാനം വരെ ശക്തമായ ചൂട് നിലനിൽക്കും. സെപ്റ്റംബർ പകുതിയോടെ താപനിലയിൽ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.